നമസ്കാരം. തട്ടിക്കൂട്ട് നഴ്സിംഗ് കോളേജിൽ 60ഓളം വിദ്യാർത്ഥികളുടെ ഭാവി സർക്കാരും ആരോഗ്യമന്ത്രിയും ചേർന്ന് തുലാസിലാക്കിയെന്നാരോപിച്ച് KSU പത്തനംതിട്ട സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസുമായി ബലപ്രയോഗം നടന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു. കത്തോലിക്കേറ്റ് കോളേജ് ജംഗ്ഷന് സമീപമുള്ള കോളേജിലേക്ക് 12 മണിയോടെയാണ് പ്രകടനം നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡിന് നേരെ പാഞ്ഞെടുത്തു. ചുറ്റുമതിൽ ചാടിക്കടന്നും കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഈ കോളേജിന് അംഗീകാരം നൽകിയിട്ടില്ല. അതിനാൽ കേരള ആരോഗ്യ സർവകലാശാല 60 വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. ഇന്ന് കോളേജിലേക്ക് KSU മാർച്ച് നടക്കുന്നു എന്നറിഞ്ഞ് ഇന്നലെ രാത്രി ഈ കുട്ടികളുടെ ഫലം പുറത്തുവിട്ടു. എന്നാൽ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം പ്രഹേളികയായി തുടരുകയാണ്. രാവിലെ PTA മീറ്റിംഗ് കോളേജിൽ നടക്കുന്നു. KSU സമരം DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷന്മാരായിട്ടുള്ള സുരേഷ് കുമാർ, അൻസർ മുഹമ്മദ് അടക്കമുള്ള നേതാക്കൾ, KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ, അടക്കമുള്ള കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, ഇത്തരമൊരു സമര പരിപാടി ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ അടിസ്ഥാന പ്രശ്നത്തെ കേരള വിദ്യാർത്ഥി യൂണിയൻ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രശ്നം കേരള വിദ്യാർത്ഥി യൂണിയനെ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ സുരേഷ് കുമാർ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അൻസർ മുഹമ്മദ്, KSUവിന്റെ സംസ്ഥാന കൺവീനർ പ്രിയപ്പെട്ട ആഘോഷ് വി സുരേഷ്, പ്രിയപ്പെട്ട പ്രിന്നി നയനാൻ, KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ, കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പ്രിയങ്കരനായ ശ്രീ അലൻ ജിയോ മൈക്കിൾ, ബഹുമാന്യനായ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, മുൻ KSU ജില്ലാ പ്രസിഡന്റ് ശ്രീ അൻസാർ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ നവാസ് പത്തനംതിട്ട, ശ്രീ രജീത് രാഘവൻ, അബ്ദുൽകലാം അടക്കമുള്ള KSUവിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയുടെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ സൂചിപ്പിക്കുന്നു. ഇതുപോലൊരു പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി അധ്യക്ഷനും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത്. പല മാന്യന്മാരുടെ കസേരയിലാണ് അവരിരിക്കുന്നത്. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ല. ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് സർക്കാർ ആശുപത്രി. പാവപ്പെട്ടവരുടെ ആശ്രയമായ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. 2018 കോവിഡ് കാലത്ത് നിങ്ങൾക്കറിയാം, നിരോധിച്ച മരുന്ന് വിറ്റ് കോടികൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മന്ത്രിക്കുണ്ടായത്. ജനങ്ങളോട് യാതൊരു പ്രതിപത്തിയില്ലാത്ത ഒരു മന്ത്രി. അവർക്കറിയാൻ വയ്യായോ കേരള നഴ്സിംഗ് കൗൺസിൽ ഇന്ത്യൻ INCയുടെ അംഗീകാരം വേണമെന്ന് അറിയില്ലയോ? INCയുടെ അംഗീകാരം വേണമെങ്കിൽ അടിസ്ഥാന സൗകര്യം നൽകണം, സ്വന്തമായ സ്ഥലം വാങ്ങണം, 2.5 ഏക്കർ സ്ഥലം വേണം നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ. ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ
സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിക്കുമ്പോൾ അന്ന് ഈ ആരോഗ്യ സർവകലാശാല വരുന്നതിന് മുമ്പ് തന്നെ MD യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു നഴ്സിംഗ് കോളേജുകളൊക്കെ. അവിടെയൊക്കെ പരിശോധനയ്ക്ക് വരും. ആ പരിശോധനയ്ക്ക് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലയോ ഇവിടെ സ്വന്തമായി സ്ഥലം മേടിച്ച് ഇതുപോലെ ഇവിടെ അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വെട്ടിക്കടയിലാണോ നടത്തുന്നത്? ഇതിനേക്കാൾ എത്രയോ സൗകര്യങ്ങളുള്ള ബിൽഡിംഗുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇവിടെ ഒരു കൊച്ച് ഇവിടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. സർക്കാരിൻ്റെ ഈ നഴ്സിംഗ് കോളേജുകളിലൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് മിടുക്കരായ കുട്ടികളാണ് വരുന്നത്. പാവപ്പെട്ട